ഇവിടെ ഒരു ചങ്ങായി ബാത്റൂമിൽ ഡാൻസ് കളിച്ച് കുളിക്കുകയായിരുന്നു. സോപ്പും പിടിച്ച് തുള്ളിയിട്ട് കയ്യിൽ നിന്ന് സോപ്പ് സ്ലിപ്പായി തെറിച്ച് ബാൽക്കണിയിലൂടെ ഉലാത്തുന്ന സെക്യൂരിറ്റിയുടെ കാലിന്റെ ചോട്ടിൽ പോയി വീണു. അയാൾ അത് ചവിട്ടി സ്ലിപ്പായി കയ്യിലുള്ള ഗണ്ണ് ഫയറായി താഴെ വീണ് സെത്തുപോയി. ഫയറായപ്പോ ഉണ്ട പോയി കേറിയത് അപ്പുറത്ത് ഉലാത്തുന്ന വേറൊരു സെക്യൂരിറ്റിയുടെ മേൽക്ക്. അയാളും ഒപ്പം തന്നെ സെത്തുപോയി. സോപ്പ് വീണ്ടും അവിടെ നിന്ന് തെറിച്ച് സ്റ്റെപ്പിൽ പോയി നിന്നു. താഴെ ഇരുന്ന് പച്ചക്കറി ആയിരുന്ന പെണ്ണുപിള്ളയുടെ മേലേക്ക് ജസ്റ്റ് മിസ് ഇപ്പൊ വീഴേണ്ടതാണ്. അപ്പുറത്താണെങ്കിൽ ഒരു പണിക്കാരന് ഡ്രില്ലർ കൊണ്ട് ചുമര് തുളക്കിയാണ്. ആ സോപ്പ് അവിടെ നിന്ന് ആ ആന്റിയുടെ അടുത്തുള്ള പ്ലേറ്റിൽ പോയി വീണു. അതിലെ ചട്നി ആണെങ്കിലോ ആ പെണ്ണുപിള്ളയുടെ മുഖത്തേക്ക് കണ്ട് തെറിച്ചു. ഒന്നും കാണാനില്ല. കയ്യിലുള്ള കത്തി അപ്പുറത്ത് പണിയെടുത്തിരുന്ന ചെങ്ങായുടെ വായത്തിലേക്ക് ഒന്ന് കുത്തി ഇറങ്ങി. അയാൾ അപ്പൊ തന്നെ തട്ടിപ്പോയി. അയാളുടെ കയ്യിലെ ഡ്രില്ലർ ആണെങ്കിലോ ആന്റിയുടെ കണ്ണിലേക്ക് തുളച്ചു കയറി. അങ്ങനെ ആന്റിയും സെത്തുപോയി. എന്നിട്ട് അവിടെ നിന്ന് തെറിച്ചു പോയ സോപ്പ് നിരങ്ങി അപ്പുറത്തെ റൂമിൽ പാട്ട് കേട്ട് തുള്ളുന്ന ചെക്കന്റെ അടുത്തെത്തി. ചെക്കൻ അതിൽ സ്ലിപ്പായി അവിടെയുള്ള ഒരു പ്രതിമയുടെ കൂർത്ത സൂചിയിൽ കഴുത്ത് പോയി കൊണ്ട് മരിച്ചു. ഊതിയടങ്ങാത്ത സോപ്പ് പുറത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരുന്ന പെണ്ണ് ഫോൺ അവിടെ ചാർജർ ചെയ്തതായിരുന്നു. സോപ്പ് അതിൽ പോയി തട്ടി ആ ചാർജർ വെള്ളത്തിൽ വീണു. അങ്ങനെ ആ പെണ്ണും ഷോക്കടിച്ച് മരിച്ചുപോയി. ഇതൊന്നും അറിയാതെ മറ്റാൾ അവിടെ ഇപ്പോഴും ബാത്റൂമിൽ ഭരതനാട്യം കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര പേരാ സെത്ത് പോയതെന്ന് കമന്റ് ചെയ്യും.